ദിയമോളെ രക്ഷിക്കാൻ പോയിരിക്കുന്നു. അന്തസ് വേണോടാ, അന്തസ്. ഈ നിൽക്കുന്ന ദിയമോളെ ഞാൻ കെട്ടിയ ഭാര്യയുടെ മൂത്താംകുട്ടിലെ സന്തതിയൊന്നുമല്ല. എന്റെ മോളാ. ഇവളുടെ ദേഹത്ത് കൈവയ്ക്കാൻ വന്ന അതിന് ഏത് കോടി കെട്ടിയവനാണെന്ന് പറഞ്ഞാലും അവനെ ഞാൻ വെറുതെ വിടില്ല. അത് പറഞ്ഞേക്ക്. അച്ഛന് ഈ കാര്യം വിളിച്ചു പറഞ്ഞവൻ ആരാണെന്ന് വെച്ചാ അവനോട്. സദ്യക്ക് മുമ്പേ കുറച്ച് മധുരം കഴിക്കണമെന്നാ ശാസ്ത്രം. നവദമ്പതികളുടെ ആയുസ് കൂടുമത്രേ. എന്റെ വീടിനടുത്തേ ലഡു ഉണ്ടാക്കുന്നൊരു വീടുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ ചേച്ചി പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചതാ. അനിയനിയ ജഗ, ഇതിൽ നിന്ന് ഒരു ലഡു എടുത്തിട്ട് പകുതി കടിച്ചിട്ട് ബാക്കി പകുതി വന്നെനിക്ക് കൊടുക്കണം. ഈ മധുരം നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ ഉണ്ടാകും. എടുക്ക് ജഗ, എടുക്ക്. പറ്റില്ല പറ്റില്ല പറ്റില്ല, അത് കടിച്ചു തന്നെ തിന്നണം. കടിച്ചതിന്റെ പകുതി വന്നെനിക്കും കൊടുക്കണം. കഴിക്ക് ജഗ. ജഗ നോക്കി നിൽക്കാതെ കൊടുക്കങ്ങോട്ട്. വാങ്ങ വന്നനെ, വാങ്ങി അങ്ങോട്ട് കഴിക്ക്. അല്ല, കൊള്ളാം, എനിക്കിഷ്ടായി. ഇതുപോലുള്ള ആചാരങ്ങള് ഇനിയുണ്ടോ വസന്തേച്ചി? നിന്റെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തത്? ഒന്നുമില്ല ചേച്ചി, ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാ. SSLCക്ക് തോറ്റതാണെങ്കിലേ വസന്തയ്ക്ക് കാര്യം മനസ്സിലായി. രണ്ടും ഇപ്പോഴും രണ്ട് ദിക്കില്ല. ഒന്നോർത്താൽ ഇവളുമായിട്ട് അങ്ങനെ നിൽക്കുന്നതാ എനക്ക് നല്ലത്.
അല്ലെങ്കിൽ ഇവളുടെ ജാതകദോഷം റീത്തായിട്ട് നിന്റെ നെഞ്ചത്ത് കയറും. അല്ല ചേച്ചി എന്താ ആലോചിക്കുന്നത്? അല്ല, ഭർത്താവിന്റെ പാതിയാണല്ലോ ഭാര്യ, അക്കാര്യം ഓർത്തതാ. നിന്നെ കെട്ടിയപ്പോ ഉണ്ടായിരുന്നതിന്റെ പകുതിയായി ഇപ്പൊ സതീഷിനളിയാൻ. ആ പാതിയാണോ നീ ഉദ്ദേശിച്ചത്? കേട്ടോ ജഗ, ഈ ലഡു ആണെങ്കിലും ശരി, പാൽ പായസം ആണെങ്കിലും ശരി, അതിലൊരല്പം ചെളി വീണാലേ തീർന്നു അതിന്റെ കാര്യം. അതുപോലെയാ ഇവിടെ ചിലര്. വേണമെങ്കിലേ ഒരു ക്ലൂ തരാം. തരി പിറക്കിയല്, പിശുക്കൻ, എച്ചി, അങ്ങനെയൊക്കെ ക്ലൂ ഉണ്ട്. നാവടക്കിയിരുന്നോ, അല്ലെങ്കിൽ തിരിച്ചു ചെല്ലുമ്പോ നിന്റെ പല്ലിന്റെ എണ്ണം കുറയും. നീ പോടാ അവിടുന്ന്. നീ പൊടി. ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴും ഇത് തന്നെയാണോ പണി? നേരെ കണ്ട കീരിയും പാമ്പും. വന്ദനെ, വാ വന്ന് ഊണ് കഴിക്കേ. അമ്മ, അപ്പൊ ജഗനെ വിളിക്കുന്നില്ലേ?